ഇന്ന് ഈ പുസ്തകം റിലീസ് ചെയ്ത സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ശ്രീ ചന്ദ്രസേനൻ വിതർമല, അങ്ങ് ദൂരെ ഇരിക്കുന്ന ആതിരയുടെ അമ്മ ഉഷ ചേച്ചി, ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആതിരയുടെ പ്രിയപ്പെട്ട കണ്ണൻ. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയിലൂടെ ചെത്തി ബോംബെയിൽ ഇരുന്നു കൊണ്ട് ഇത് കാണുന്നുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആതിരയുടെ അനിയത്തി ചെത്തി, ഇവിടെ ആതിരയുടെ കുടുംബ കൂട്ടായ്മയുടെ ഭാഗമായി എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പുസ്തകം മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. പുസ്തകത്തിൻ്റെ ഏതാനും താളുകൾ മാത്രമാണ് വായിച്ചത്. ഈ പുസ്തകം എൻ്റെ കയ്യിൽ കൊടുത്തയച്ച സമയത്ത് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യ ചാപ്റ്റർ വായിച്ചു നോക്കുന്ന സമയത്ത് നല്ലൊരു മനോഹരമായൊരു സാഹിത്യ സൃഷ്ടി വായിക്കുന്നതിൻ്റെ സുഖമാണ് അനുഭവിച്ചത്. അതിമനോഹരമായ ഭാഷ, നല്ല രസമുള്ള രീതിയിൽ വായിച്ചു പോകാൻ സാധിക്കുന്നൊരു പുസ്തകം. അപ്പോൾ ഞാൻ വിചാരിച്ചു, സാധാരണ ഈ മെൻ്റൽ മാജിക് കാണിക്കുന്ന സമയത്ത് ഈ കവർ മാറ്റി ഒട്ടിക്കുന്നൊരു സ്വഭാവമുണ്ട്. ചന്ദ്രസേൻ സാർ വല്ല നോവലിന് കവർ മാറ്റി ഒട്ടിച്ച് മാറിക്കൊടുത്തയച്ചതാണോ എന്ന് ഞാൻ സംശയിച്ചു. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന സമയത്ത് സുന്ദരമായിട്ട് വായിച്ചു പോകാൻ സാധിക്കുന്ന പുസ്തകം. ഇന്ന് രാത്രിയോട് കൂടിയിട്ട് മുഴുവനായിട്ട് ഞാനിത് വായിച്ചു തീർക്കും. വായിച്ചിടത്തോളം ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അപാരമാണ്. ഞാൻ ഓർക്കുന്നത്, പെട്ടെന്ന് ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഓർത്തത്, ഇവിടെ മാജിക് അക്കാദമി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 വർഷം കഴിഞ്ഞ്, അന്ന് ശിവകുമാറും വലിയ ഓഫീസറുണ്ട്, ഞങ്ങളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തു. കേരളത്തിലുടനീളം പരിസ്ഥിതിയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പരിപാടി. ആ പരിപാടിയുടെ പേര് ഇല്യൂഷൻ എഗൻസ്റ്റ് പൊല്യൂഷൻ എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. അന്ന് പാലോളി മുഹമ്മദ് കുട്ടിയാണ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ആ പരിപാടി ഡിസൈൻ ചെയ്തപ്പോൾ ആ പരിപാടിയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതും ഈ മുമ്പിലിരിക്കുന്ന ശ്രീ ചന്ദ്രസേൻ വിതർമലയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകൾ സ്വാഭാവികമായിട്ടും ആ വിഷയവുമായിട്ടൊരു ബന്ധപ്പെട്ടൊരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് നമുക്കൊരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ആതിരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഡോക്ടർ യു ആതിര എന്നൊന്നും ഞാൻ വിളിക്കില്ല. ആതിരയെ ഞാൻ ആതിരക്കുട്ടി എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചന്ദ്രസേൻ സാറിനും ഉഷ ചേച്ചിക്കും എങ്ങനെയാണോ ആതിര, അതുപോലെ തന്നെയാണ് എനിക്ക് ആതിര. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആതിരയുടെ മുഖം എന്ന് പറയുന്നത് ഒരു ഫ്രോക്കൊക്കെ ഇട്ട് മാജിക് പഠിക്കാൻ വേണ്ടി മാജിക് അക്കാദമിയിലേക്ക് വന്ന ആതിരയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആതിര ഒരു പുസ്തകം എഴുതി അത് പബ്ലിഷ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എങ്ങനെയാണോ നിങ്ങളൊക്കെ സന്തോഷിക്കുന്നത് അതിലും അപ്പുറം ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ആദ്യമായിട്ട് എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കാനുള്ളത്. ഈ പുസ്തകം സ്വാഭാവികമായിട്ടും നമ്മുടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ പുസ്തകം വായിക്കാൻ സ്വാഭാവികമായിട്ടും ഒരു താല്പര്യമുണ്ടാവുക കുറവാണ്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ തുടങ്ങുമ്പോഴും, ഓരോ അധ്യായം തുടങ്ങുമ്പോഴും ആ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് അതിമനോഹരമായൊരു കഥയുണ്ട്. ഞാൻ സാധാരണ ഒരുപാട് കഥ പറയുന്ന ഒരാളാണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു കഥ പോലും മുൻപ് കേട്ടിട്ടില്ലാത്ത കഥകളാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഈ കഥ എവിടെ നിന്നാണ് ആതിരയ്ക്ക് കിട്ടിയത് എന്നും എനിക്കറിയില്ല. ഇത് ആതിരയുടെ സ്വന്തം സൃഷ്ടിയാണോ എന്നും എനിക്കറിഞ്ഞുകൂടാ. ചില കഥകളൊക്കെ അതിമനോഹരമായിട്ടുള്ള കഥകളാണ്. ഏതോ ഒരു കഥയിൽ ഒരു കിണറ്റിലേക്ക് നാണയം എറിയുന്ന ഒരു കഥ ഇതിനകത്തുണ്ട്. ഒരു നാണയം എറിയുന്ന സമയത്ത് ഒരു പൂ വിരിയും. അപ്പോൾ വീണ്ടും വീണ്ടും നാണയം എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂക്കളങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വായിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് ഈ ഹരികുമാറിൻ്റെ സൂര്യകാന്തി പൂക്കൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നല്ല സുന്ദരമായിട്ടുള്ള കഥയാണ്. ബോംബെയിലെ ഒരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് താമസിച്ചിരുന്ന വീട്ടിലുണ്ടായിരുന്നു. വീടിൻ്റെ മുറ്റത്ത് നല്ല സൂര്യകാന്തി പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവിടെ ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയും അച്ഛനും അമ്മയും നാട്ടിലേക്ക് ഒരു ദിവസം പോരുമ്പോൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് അവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ തലേ ദിവസം ഈ അമ്മൂമ്മ കുറച്ച് സൂര്യകാന്തിയുടെ വിത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. അവന് അത്രമാത്രം സന്തോഷം. നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഈ വീടിൻ്റെ മുറ്റത്ത് ഈ വിത്തുകളെല്ലാം വിതറാം, അത് സൂര്യകാന്തി പൂക്കളായിട്ട് വിടർന്നു നിൽക്കുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ കടലാസിൽ പൊതിഞ്ഞ ഈ സൂര്യകാന്തി വിത്തുകൾ എല്ലാം കൂടി അവനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് അന്ന് രാത്രി ഉറങ്ങുന്നത്, കയ്യിൽ നിന്ന് വിടാതെ. പിറ്റേ ദിവസം രാവിലെ അമ്മ കുളിപ്പിക്കുന്ന സമയത്ത് അവനിങ്ങനെ കൈ നീട്ടി പിടിച്ചുകൊണ്ട് ഈ ഭാഗം നനയ്ക്കാതെയാണ് അവൻ കുളിക്കാൻ നിന്ന് കൊടുക്കുന്നത്. ട്രെയിനിൽ പോരുന്നു. അപ്പോഴൊക്കെ അവൻ്റെ മനസ്സിലുള്ള സ്വപ്നം എന്ന് പറയുന്നത് നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ഈ വിത്ത് വിതയ്ക്കണം എന്നുള്ളതാണ് അവൻ്റെ സ്വപ്നം. അങ്ങനെ
ട്രെയിനിൻ്റെ ഒരു അരികിലിരുന്നു കൊണ്ട് അവൻ യാത്ര ചെയ്യുന്ന സമയത്ത് അറിയാതെ അവൻ ഉറങ്ങിപ്പോയി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ സൂര്യകാന്തിയുടെ വിത്തുകൾ ജനലിൻ്റെ അഴികൾക്കിടയിലൂടെ പറന്നുപോയി. അവൻ ഉണർന്നു നോക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ കടലാസപതിയില്ല. അവൻ വാവിട്ട് കരയാണ്. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, അവൻ ആശ്വസിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞു, കാലം കടന്നുപോയി. അവന് പിന്നീട് ബോംബെയിൽ മറ്റൊരു ഉദ്യോഗസ്ഥനായിട്ട് അവൻ്റെ ജോലി കിട്ടി. ഇതെല്ലാം അവൻ്റെ മനസ്സിൽ നിന്ന് പോയിരുന്നു. അവൻ പിന്നീട് ഒരിക്കൽ നാട്ടിലേക്ക് പോരുകയാണ് ട്രെയിനിൽ. അങ്ങനെ പോകുന്ന സമയത്ത് അവൻ വെറുതെ ജനലഴികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കിയ സമയത്ത് അവിടെ വലിയൊരു സൂര്യകാന്തി തോട്ടം, മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന അതിമനോഹരമായ ഒരു സൂര്യകാന്തി തോട്ടം, അതിങ്ങനെ കാറ്റിലിങ്ങനെ ആടി ഒളിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു, ഈ സൂര്യകാന്തിയുടെ വിത്തുകൾ അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നട്ടിരുന്നെങ്കിൽ അത് വീട്ടിൽ മാത്രം വിടർന്ന് നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളാകുമായിരുന്നു. പക്ഷേ അതിൻ്റെ കയ്യിൽ നിന്ന് അന്ന് പറന്നു പോയതുകൊണ്ട് ഇത്രയും മനോഹരമായൊരു സൂര്യകാന്തി തോട്ടം ഇവിടെ എത്രയോ ആളുകൾക്ക് കാഴ്ചയായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അതിനിടെ ഈ ഒരു കഥ വായിച്ച സമയത്ത് ഈ നാണയം എറിഞ്ഞ് പൂക്കൾ ഉണ്ടാക്കുന്ന ആ പൂക്കൾ ഇങ്ങനെ വിടർന്ന് വരുന്ന അത് വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഈ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിൻ്റെ മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്നില്ല, മക്കണ്ട നഗരവും മഞ്ഞപ്പൂക്കളും മഞ്ഞച്ചായം പുരട്ടിയ ചുമരുകളും ഒക്കെ എന്നൊക്കെ പറയുന്ന പോലെ അത്തരം ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. അതുപോലെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരുപാട് കഥകൾ ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചു പോവാൻ, കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് വായിച്ചു പോകാൻ നല്ല സുഖമുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇതിനകത്ത് നല്ല ഗംഭീരമായിട്ടുള്ളൊരു ആമുഖം അച്യുത് ശങ്കർ സാർ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അവസാനം വിജയകുമാർ സാറിൻ്റെ ഒരു പഠനം ഈ പുസ്തകത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പലപ്പോഴും വായിക്കാൻ മടി കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല സുന്ദരമായിട്ടുള്ളൊരു പാക്കറ്റിനകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മിഠായി പാക്കറ്റാണ്. അതിൻ്റെ മുകളിലും അടിയിലും അച്യുത് ശങ്കർ സാറിൻ്റെ നല്ല മനോഹരമായൊരു പാക്കറ്റ് കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അതിമനോഹരമായൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പുസ്തകമാണ്. എന്ന് പറയാൻ കാരണം, ഇത്തരം പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ എത്രമാത്രം താല്പര്യം കാണിക്കും. ഇന്ന് ഞാനൊരു രാവിലെ ഒരു ഫംഗ്ഷന് പോയിരുന്നു, നെടുമങ്ങാട്. നമ്മുടെ മിനിസ്റ്റർ GR അനിൽ സംഘടിപ്പിച്ചൊരു പരിപാടിയായിരുന്നു. ഞാൻ എൻ്റെ ഓഫീസിലുള്ള സുജീവനോട് ഞാൻ വന്ന ഉടനെ തന്നെ പറഞ്ഞു. അപ്പോൾ ആ പരിപാടിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു 2-3 സിനിമാ താരങ്ങളെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിലുള്ള, ആ സിനിമയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമയിലുള്ള 1-2 ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി +2 കഴിഞ്ഞ വിദ്യാർത്ഥികളോടൊക്കെ ഇപ്പം നമ്മുടെ സമ്പ്രദായമൊക്കെ മാറാൻ പോവുകയാണല്ലോ, 3 വർഷത്തിൽ 4 വർഷത്തിലേക്ക് മാറുന്നു, പിന്നെ BA ഓണേഴ്സായിട്ട് മാറുന്നു, അതിനുശേഷം PhD എടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചും ഇതൊന്നും കേൾക്കുന്നില്ല. ഇതിലേക്കൊന്നും അവരുടെ ശ്രദ്ധയില്ല. അവർ ഈ മൊബൈൽ ഫോണിനകത്ത് ഈ ആക്ടേഴ്സിൻ്റെ ഫോട്ടോ എടുക്കുന്നു, അതിനുശേഷം ഈ ആക്ടേഴ്സ് ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ യുവതലമുറ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അവരെ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കഥകൾ ഇതിൻ്റെ ആമുഖമായിട്ട് ചേർക്കുക. ഓരോ കഥയും വായിക്കുന്ന സമയത്ത് ആ കഥയിൽ നിന്ന് അറിയാതെ ഒരു മിഠായി കഴിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു സുഖം ആ പുസ്തകത്തിന് കിട്ടുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ വിശദമായിട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ മഞ്ഞുരുകുമ്പോൾ എന്നാണ് ഈ പുസ്തകത്തിന് അതിമനോഹരമായ ഒരു പേരിട്ടിരിക്കും. പണ്ട് ഈ വാട്സാപ്പിനകത്ത് സാറിന് അറിയാൻ തോന്നി, എൻ്റെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു കഥയുണ്ട്, ഈ മഞ്ഞുരുകുമ്പോൾ എന്ന് പറയുന്നത്. അത് ചോദ്യം ഇതാണ്, ഒരു പരീക്ഷയ്ക്ക് ചോദ്യം വന്നതാണ്, മലയിൽ മഞ്ഞ് ഉരുകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഞങ്ങളുടെ മലപ്പുറം ജില്ലക്കാരാണ് കേട്ടോ, എൻ്റെ ജില്ലക്കാരാണ്. അപ്പോൾ ഈ കുട്ടി ഒരു മണ്ടൻ ബാബുവാണ്. മണ്ടൻ ബാബുവിന് പെട്ടെന്ന് ഓർമ്മ വന്നത്, അവൻ്റെ അനിയന് പനി വന്ന സമയത്ത് അമ്മ നെറ്റിയിൽ ഐസിൻ്റെ കട്ട വെച്ചിട്ട് ഇങ്ങനെ ഒലിക്കുന്നതാണ് അവൻ്റെ ഓർമ്മയിൽ വന്നത്. അപ്പോൾ ഇവൻ മണ്ടൻ ബാബുവാണ്, അവനൊന്നും അറിയില്ല. അവൻ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതി വെച്ചു, അവനിക്ക് പനിയായതുകൊണ്ട്. അവനിക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ അനിയന്, അതാണ് അവനിക്ക് എന്ന് പറഞ്ഞാൽ പനിയായതുകൊണ്ട് എന്ന് വിചാരിച്ചു. മാഷ് നോക്കിയ സമയത്ത് മാഷ് ഞെട്ടിപ്പോയി. അവനി എന്ന് പറഞ്ഞാൽ ഭൂമി, പനി എന്ന് പറഞ്ഞാൽ താപം, ആഗോള താപനം. ഇവനെയാണോ ഇത്രയും കാലം ഞാൻ മണ്ടൻ ബാബു എന്ന് വിളിച്ചതുകൊണ്ട് ഫുൾ മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മഞ്ഞുരുകുമ്പോൾ എന്ന് പറയുന്ന ഈ കഥ എന്ന് കേട്ടപ്പോൾ, ഈ ടൈറ്റിൽ വായിച്ച സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു തമാശ കഥയാണ്. എന്തായാലും ആതിര, സല്യൂട്ട് യു, വളരെ സന്തോഷമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ആതിരക്കുട്ടി ഇങ്ങനൊരു പുസ്തകം എഴുതി ഇത് പബ്ലിഷ് ചെയ്തതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. 10 പുസ്തകം ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നു, ഞാൻ പ്ലാനറ്റിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പൈസ ഞാൻ തരാം കേട്ടോ. അപ്പോൾ നിറഞ്ഞ സന്തോഷം, വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്.